അധ്യായം 44-45 കുറ്റം ചെയ്ത ഒറ്റുകാരൻ. മഹാബലിപുരത്തെ മഹാന്മാരായ ശില്പികളുടെ കുടുംബത്തിൽ പിറന്ന ഒരു കലാകാരൻ അവന്റെ മനോധർമ്മത്തിനനുസരിച്ച് കരിങ്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ക്ഷേത്രങ്ങളുടെ ഒരു മാതൃക കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. നമ്പിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ നോക്കി ചെമ്പിയൻ മഹാദേവി പറഞ്ഞു, ഈശാന ഭട്ടരെ, ഇത് കണ്ടോ, തേവാര പാടൽ പെറ്റ ക്ഷേത്രങ്ങളെല്ലാം ഈ മാതൃകയിൽ കരിങ്കല്ലുകൊണ്ട് പുനഃസൃഷ്ടി ചെയ്താൽ എങ്ങനെയിരിക്കും? അമ്മേ, താങ്കൾ ആഗ്രഹിച്ചാൽ അത് നടക്കാതെ പോകുമോ? ക്ഷേത്രങ്ങൾ ഒരേ മാതൃകയിൽ ഇരിക്കുന്നത് കണ്ടാൽ ജനങ്ങൾക്ക് അവ തേവാരങ്ങളിൽ പ്രകീർത്തിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, അദ്ദേഹം പറഞ്ഞു. അപ്പർ, തിരുജ്ഞാന സംബന്ധർ, സുന്ദരമൂർത്തി നയനാർ എന്നിവരുടെ പാട്ടുകളെല്ലാം ശേഖരിക്കണം. എന്റെ പതി കുറച്ചുകാലം കൂടി ജീവനോടെ ഇരുന്നെങ്കിൽ ഇതെല്ലാം പൂർത്തീകരിക്കാമായിരുന്നു. ഇപ്പോഴും അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. താങ്കൾ എന്തു പറഞ്ഞാലും സുന്ദരചോള ചക്രവർത്തി ചെയ്തു തരില്ലേ? ഈശാന ഭട്ടർ പറഞ്ഞു. ഇപ്പോൾ എനിക്കത്ര ഉത്സാഹമില്ല ഭട്ടരെ. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി പണം ചെലവിടുന്നതിനാൽ ഖജനാവ് കാലിയാകുന്നു. ശിവൻ എന്തിനാ ഇത്രയധികം ക്ഷേത്രങ്ങൾ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. കാഞ്ചിയിലെ രാജകുമാരൻ കൂടി എന്ന് പറഞ്ഞ് ദേവി മുഴുവനാക്കുമ്പോഴേക്കും തിരുമല നമ്പി ചാടിക്കേറി പറഞ്ഞു, ക്ഷമിക്കണം ദേവി, അങ്ങനെ ചോദിക്കുന്നതിൽ ഞാനും ഒരുത്തനാണ്. കയ്യിൽ കപാലമേന്തി ഭിക്ഷാം ദേഹിയായി നടക്കുന്ന ശിവനെ ഇത്ര വലിയ ക്ഷേത്രങ്ങൾ ആവശ്യമുണ്ടോ? ലോകത്തെ എല്ലാം കാത്തുരക്ഷിക്കുന്ന നാരായണമൂർത്തിക്കല്ലേ കൂടുതൽ ക്ഷേത്രങ്ങൾ വേണ്ടത്? അപ്പോൾ നമ്പിയുടെ വകയിലൊരു സഹോദരനായ ഈശാന ഭട്ടർ ഉടൻ ഇടപെട്ടു. എൻ്റെ അനിയൻ എപ്പോഴും ഇങ്ങനെയാണ്. ഏത് സമയവും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തിനാ വലിയ ക്ഷേത്രം? ഒരു ഇരുട്ടുമുറി പോലെ. ഈ സഹോദരന്മാരുടെ സംവാദം കേട്ട് ദേവി ചിരിച്ചു. ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള പോര് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഒരേ കുടുംബത്തിൽ തന്നെ അക്കാലത്ത് ശൈവ വിശ്വാസികളും വൈഷ്ണവ വിശ്വാസികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈശാന ഭട്ടർ ശിവനെയും വിഷ്ണുവിനെയും ഒരുപോലെ ആരാധിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. തിരുമല എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, അത് തുറന്നു പറയും, ചെമ്പിയൻ മഹാദേവി ചോദിച്ചു. ദേവി, വീരനാരായണപുരം പെരുമാൾ ക്ഷേത്രം കേടുപാടുകൾ വന്നിരിക്കുന്നു. അതും കരിങ്കല്ലുകൊണ്ട് പുതുക്കി പണിയണം. അത്രയുള്ളൂ, അതും ചെയ്യാം. ദേവി വാക്ക് കൊടുത്തു. ഇനി നീ എന്നോട് പറയാൻ വന്ന കാര്യങ്ങൾ പറയൂ. സൂചന ലഭിച്ച മറ്റുള്ളവർ പുറത്തേക്ക് പോയി. തിരുമല നമ്പിയും ചെമ്പിയൻ മഹാദേവിയും മാത്രമായി അവിടെ. താങ്കൾ കാഞ്ചിയിലെ രാജകുമാരനെ പറ്റി എന്തോ പറയാൻ ഭാവിച്ചല്ലോ. അത് തടയാനാണ് ഞാൻ സംഭാഷണം ഗതി തിരിച്ചുവിട്ടത്. നമുക്കിടയിൽ നല്ലവർ ആരാണ്, ചാരന്മാരാരാണ് എന്ന് കണ്ടുപിടിക്കുക അസാധ്യമാണ്, നമ്പി പറഞ്ഞു. തിരുമലെ, സ്വന്തം അമ്മയേക്കാൾ എന്നോട് ഭക്തി ബഹുമാനമുണ്ടായിരുന്ന ഒരുവനായിരുന്നു ആദിത്യ കരികാലൻ. അവനും കൂടി എന്നെ സംശയിക്കാൻ തുടങ്ങിയല്ലോ. ആദിത്യനെ എന്തിനു കുറ്റം പറയണം? എൻ്റെ സ്വന്തം മകൻ എന്നെ അവിശ്വസിക്കുന്നു. യശശരീരനായ എൻ്റെ പതി എന്നെയും കൂടി ശിവപദത്തിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ദേവി മനം നൊന്തു പറഞ്ഞു. ആവട്ടെ, ചാരന്മാരെ പറ്റി നീ എന്തോ പറഞ്ഞല്ലോ. ആദിത്യ കരികാലൻ അയക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്നെ ഇത്രയും സംശയിക്കാൻ തുടങ്ങിയോ അവൻ? എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ് ദേവി. ഞാനും അങ്ങനെ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. എപ്പോഴാണ് നീ കേട്ടത് തിരുമലെ? മഹാബലിപുരത്തെ ഒരു ഗുഹാക്ഷേത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അവർ സംസാരിക്കുകയായിരുന്നു. അവർ എന്ന് പറഞ്ഞാൽ തിരുക്കോലൂർ മലയന്മാർ, പാർത്ഥിപേന്ദ്ര പല്ലവൻ, കരികാലൻ. ആ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ ഞാൻ ഒളിഞ്ഞു നിൽക്കുകയായിരുന്നു. ചക്രവർത്തിയെ പഴുവേറ്റരയന്മാരും താങ്കളുടെ മകനും മധുരാന്തകനും കൂടിച്ചേർന്ന് തഞ്ചാവൂർ കോട്ടയിൽ തടവുകാരനെ പോലെ വെച്ചിരിക്കുകയാണെന്നും താങ്കൾക്കും അതിനെപ്പറ്റി അറിവുണ്ടെന്നും ഒരു വലിയ ചതി ഉരുത്തിരിയുന്നുവെന്നും കരികാലന്റെ മുത്തച്ഛനായ മലയമാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചക്രവർത്തിയെ കാഞ്ചീപുരത്തേക്ക് കൊണ്ടുവരണമെന്ന് കരികാലൻ പറഞ്ഞു. ഒരു ഓല എഴുതി ചക്രവർത്തിക്ക് നേരിട്ട് കൊടുക്കാൻ ഒരു ദൂതനെ ഏർപ്പാടാക്കണം എന്നും തീരുമാനിച്ചു. ആ ദൂതൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അവൻ സാധാരണക്കാരനല്ല, മഹാതന്ത്രശാലിയും പരാക്രമിയുമാണ്. ഞാൻ 8 അടി പാഞ്ഞാൽ അവൻ 16 അടി പായും. അവന് ദൂതന്റെ ജോലി മാത്രമല്ല, ഒരു ചാരന്റെ ജോലിയും ചെയ്യാൻ അറിയാം. അവനോട് ഞാൻ സംസാരിച്ചു നോക്കിയിട്ടും അവനിൽ നിന്ന് ഒരു വിവരവും എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല. പകരം എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും അവൻ ശ്രമിച്ചു. കുടന്ത ജ്യോത്സ്യർക്കും അവനിൽ നിന്നും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൻ ചെറിയ പഴുവേറ്റരയരെയും വട്ടം കറക്കി. ചക്രവർത്തിയെ നേരിൽ കണ്ട് ഓല കൊടുത്തു എന്ന് കേട്ടു. അടുത്ത ദിവസം മറുപടി ഓല വാങ്ങിക്കാൻ നിന്ന അവനെ പഴുവേറ്റരയന്മാർക്ക് എന്തോ സംശയം തോന്നിയത്രേ. പക്ഷേ അവൻ അവരുടെ കാവലും ഭേദിച്ച് കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ മഹാപരാക്രമശാലി തന്നെ, സംശയമില്ല, ദേവി സമ്മതിച്ചു. കാഞ്ചീപുരത്തു നിന്ന് നീ എങ്ങോട്ട് പോയി? ദേവി, കടമ്പൂർ മാളികയിൽ അതിനിടെ ഒരു വലിയ വിരുന്ന് നടന്നു. ഒരുപാട് പ്രമുഖർ അവിടെ വന്നിരുന്നു. വലിയ പഴുവേറ്റരയരും ഇളയ റാണിയും അവിടെ ചെന്നിരുന്നു. ചോണ സാമ്രാജ്യത്തിന് വന്ന ആപത്ത് ആ പെണ്ണ് കാരണമാണ്. നീ അവളെ കണ്ട് സംസാരിച്ചോ? ദേവി, ആ പെണ്ണിനെ എൻ്റെ സ്വന്തം സഹോദരിയായാണ് ഞാൻ വളർത്തിയത്.
ഇപ്പോൾ പാമ്പിന് പാല് കൊടുത്ത പോലെയായി. ഇളയറാണി ആയതിനു ശേഷം എന്നെ കാണാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തിരുമലേ, ലോകം അങ്ങനെയാണ്. പിന്നീട് കടമ്പൂരെന്താ നടന്നത്? പല്ലക്കിൽ പോയത് നന്ദിനിയാണെന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും അവളെ കാണാമെന്ന് കരുതി കടമ്പൂർ മാളികയിൽ ഒളിച്ചു കടന്നു. അപ്പോഴാണ് എനിക്കൊരു വലിയ രഹസ്യം മനസ്സിലായത്. എപ്പോഴും നീ ഇങ്ങനെയാണ്, ആകാംക്ഷ കൂടി വരുമ്പോൾ സംസാരം നിർത്തും. ദേവി പരിഭവിച്ചു. ദേവി, പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ് നിർത്തിയത്. പല്ലക്കിലിരുന്നത് ഒരു സ്ത്രീയല്ല, ഒരു പുരുഷനാണ്. അത് താങ്കളുടെ മകൻ മധുരാന്തകനായിരുന്നു. അന്തം വിട്ട ചെമ്പിയൻ മഹാദേവി കുറച്ചു നേരം സംസാരിച്ചില്ല. ദൈവമേ, ഞാൻ ചെയ്ത കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷയോ, അവർ മനസ്സിൽ പറഞ്ഞു. പിന്നെ ആഴ്വാർ കടിയാൻ കടമ്പൂർ മാളികയിൽ നടന്ന സംസാരവും സംഭവങ്ങളുമെല്ലാം വിസ്തരിച്ച് അവരോട് പറഞ്ഞു. ചെമ്പിയൻ മഹാദേവി ഇതെല്ലാം കേട്ടും തന്റെ മകന്റെ ചെയ്തികളെക്കുറിച്ച് ഓർത്തും വളരെ വിഷമിച്ചു. കുന്തവയോടും ഇതെല്ലാം പറയണമെന്ന് നമ്പിയോട് പറഞ്ഞു. അത് വേണോ ദേവി? ആദിത്യൻ അവരുടെ സഹോദരനല്ലേ? പിന്നെ ജ്യോതിഷിയുടെ വീട്ടിൽ അവർ പോയ കാര്യം താങ്കളോട് പറഞ്ഞോ? അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ട കാര്യം പറഞ്ഞോ? അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല എങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണും. ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ അവളെ സംശയിക്കില്ല, ചെമ്പിയൻ മഹാദേവി അസന്നിഗ്ധമായി പറഞ്ഞു. താങ്കളുടെ വിശ്വാസം സത്യമാവട്ടെ. ഇളയ തമ്പുരാട്ടി എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ പോയി കാണാം. തിരുമല അവിടെ നിന്നും പോയി. 2000 വർഷങ്ങൾക്ക് മുമ്പ് കരികാല വളവൻ എന്ന ചോളരാജാവ് കാവേരി നദിയുടെ ഇരുകരകളിലും തീരം സംരക്ഷിക്കാൻ കരിങ്കൽ ഭിത്തി കെട്ടി. അദ്ദേഹം തന്നെയാണ് കാവേരിയുടെ ഒഴുക്ക് തടയാൻ ഇന്നും കാലത്തെ അതിജീവിച്ച് വിസ്മയമായി വർത്തിക്കുന്ന കല്ലണ പണിതത്. അമൃതവർഷം കൊണ്ട് കാവേരി കരകവിയുമ്പോൾ തോടുകളും നീരോടകളും ഉണ്ടാകാറുണ്ട്. അത്തരമൊന്ന് പഴയാറ രാജധാനിയുടെ പിറകിൽ ഒഴുകിയിരുന്നു. അത് ആഴം വർദ്ധിപ്പിച്ച് രാജകുടുംബത്തിന് ഉല്ലാസ നൗകകൾ തുഴഞ്ഞ് ഉല്ലസിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നു. രാജകൊട്ടാരങ്ങളുടെ പൂന്തോട്ടങ്ങൾ ആ നീരോടയിലാണ് അവസാനിക്കുന്നത്. സുന്ദരചോള ചക്രവർത്തി തഞ്ചാവൂർ കോട്ടയിലേക്ക് പോയതിനു ശേഷം ആ കൊട്ടാരത്തിൽ കുന്തവ താമസിച്ചിരുന്നു. ചെമ്പിയൻ മഹാദേവിയുടെ തൊട്ടടുത്തുള്ള കൊട്ടാരമായിരുന്നു അത്.